തൃശൂർ പുത്തൻചിറയിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പേര് ഹൈക്കോടതി ഇടപെട്ട് പുനഃസ്ഥാപിച്ചു. പുത്തൻചിറ ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥി വിജയലക്ഷ്മിയുടെയും ഭർത്താവിൻ്റെയും വോട്ടുകളാണ് നീക്കം ചെയ്തിരുന്നത്. ഇരുവർക്കും അതേ വാർഡിൽ വീട് ഉണ്ട് എന്ന് കണ്ടെത്തിയതോടെയാണ് കോടതിയുടെ തീരുമാനം വന്നത്. 2020 വേണ്ടി ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണമെന്ന് അറിഞ്ഞപ്പോഴാണ് എൻ്റെ വോട്ട് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ നിൽക്കണമെന്ന് അറിഞ്ഞപ്പോൾ അവരൊന്ന് എൻ്റെ പേര് കട്ട് ചെയ്തതായിട്ട് എനിക്ക് ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തത് തോട്ടുപുറത്തിലെ ശശികുമാർ, LDFൻ്റെ പാർട്ടിയുടെ ഒരാളായിരുന്നു എൻ്റെ പേര് പറഞ്ഞത്. സെക്രട്ടറി പേര് കട്ട് ചെയ്ത് ഇനി ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിലെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ താമസിക്കുന്ന 14-ാം വാർഡിൽ വോട്ടർ ലിസ്റ്റിൽ ഞങ്ങളുടെ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സൂരജ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഈ തൃശ്ശൂർ മാള പുത്തൻചിറ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലെ 2020 സ്ഥാനാർത്ഥിയായിരുന്നു ഈ വിജയലക്ഷ്മി എന്ന് പറയുന്നത്. അവർ അവിടെ മത്സരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരുന്നു. അത് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ അവർ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് 2020യുടെ ഒരു സജീവ പ്രവർത്തകയായിരുന്നു. പക്ഷേ ഇവർ താമസിച്ചിരുന്നത്, അതായത് വാടകയ്ക്ക് താമസിക്കുന്നത് ഈ പുത്തൻചിറയിലെ 14-ാം വാർഡിലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോഴാണ് ഇവരുടെ വോട്ട് അവിടെ നിന്ന് വെട്ടിമാറ്റി, അതായത് 11-ാം വാർഡിൽ നിന്ന് വെട്ടിമാറ്റി എന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നത്. 14-ാം വാർഡിൽ ഇവർക്കെന്നാൽ ആ വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തില്ല. ഇതോടുകൂടിയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി ഇതിൽ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ ഭരണാധികാരി കൂടിയായിട്ടുള്ള കളക്ടർക്ക് ഉത്തരവ് നൽകുന്നു. അങ്ങനെ ഇന്നലെ കളക്ടർ നടത്തിയ പരിശോധനയിൽ അത് അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണം തേടുന്നു. അതോടൊപ്പം തന്നെ ഈ സമീപവാസികളുമായി ഈ സെക്രട്ടറി തുടർന്ന് ചർച്ചകൾ നടത്തുന്നു, സംസാരിക്കുന്നു. അവരെല്ലാവരും പറഞ്ഞത് ഇവർ ഈ 11-ാം വാർഡിൽ ഇവർക്ക് വീടുണ്ട്, അവിടെ 14 ഏക്കർ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഇവർ മറ്റൊരിടത്ത് വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ പോലും തങ്ങളുടെ സ്വന്തം വീട്ടിൽ ഇടയ്ക്ക് താമസിക്കാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വാടക വീട്ടിൽ താമസിക്കുന്നതെന്ന് ബോധ്യപ്പെടുകയും അതോടൊപ്പം തന്നെ ഈ 14-ാം വാർഡിൽ അവർക്ക് വേറെ വോട്ടില്ലാത്തത് കൊണ്ട് തന്നെ 11-ാം വാർഡിൽ അവരുടെ വോട്ട് പുനഃസ്ഥാപിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തെടുക്കുകയുമായിരുന്നു. എന്തായാലും LDF പ്രവർത്തകരാണ് ഈ അവസാന നിമിഷം ഈ വോട്ട് വെട്ടിമാറ്റിയതെന്നുള്ളതാണ് വിജയലക്ഷ്മി അടക്കം ആരോപിക്കുന്നത്. വിജയലക്ഷ്മിയുടെയും ഭർത്താവിൻ്റെയും വോട്ടുകളാണ് വെട്ടിമാറ്റിയത്. ഒടുവിൽ നിയമപോരാട്ടത്തിനൊടുവിൽ ഇപ്പോൾ ആ വോട്ട് പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.